തനിയെ ഒരുവൾ. രചന മുനീറ പോവി. എഡിറ്റിംഗ് ഖൈറുന്നിസ ഇസ്മായിൽ. ശബ്ദം നൽകിയത് മിസ്രിയ നൗഫൽ. ഇന്നു മുതൽ ഇതാണ് തൻ്റെ ലോകം. മനസ്സിലൊരു തീരുമാനമെടുത്തു ഞാൻ ആ വീടിൻ്റെ പടികൾ കയറുമ്പോൾ എൻ്റെ കഴുത്തിൽ മഹറണിയിച്ച എൻ്റെ പാതിയുടെ ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും അനിയന്മാരും അവരൊക്കെ എൻ്റെയും കൂടിയാണെന്നോർത്തതും ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം പേറി ഞാൻ. കാരണം എൻ്റെ ഉമ്മാക്ക് ഞാനൊരു മോളേ ഉള്ളൂ. ഉപ്പ വർഷങ്ങൾക്ക് മുമ്പേ നാടനിലേക്ക് മടങ്ങിയിരുന്നു. ഉമ്മയും ഞാനും മാത്രമുള്ള ആ കൊച്ചു ലോകത്തിൽ നിന്ന് വലിയൊരു ലോകത്തിലേക്ക് എന്നെ പറിച്ചു നടുമ്പോൾ ആരൊക്കെയോ കിട്ടിയ ഒരു സന്തോഷം തോന്നി എനിക്ക്. ആ സന്തോഷത്തിന് അല്പ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള ഓരോ ദിവസവും കിതച്ചുകൊണ്ട് എൻ്റെ കൺമുന്നിലൂടെ പായാൻ തുടങ്ങി. ആഴ്ചകൾ മാസങ്ങൾക്ക് വഴിമാറിക്കൊടുക്കവേ ജീവിതം പാടെ തകിടം മറിയാൻ തുടങ്ങി. അതുവരെ കാണാത്ത എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടു തുടങ്ങിയിരുന്നു. അയാളിൽ സംശയത്തിൻ്റെ വിത്ത് മുള പൊട്ടി. അത് വളർന്നു വന്തലിച്ചു വലിയൊരു വൃക്ഷമായി മാറി. ആ വൃക്ഷമങ്ങനെ ആടിയുലഞ്ഞു. അതിൻ്റെ ഓരോ ചില്ലയും എന്നെ പ്രഹരമേൽപ്പിച്ചു. എൻ്റെ ഹൃദയതാളം ഇടിമുഴക്കം പോലെ തോന്നി എനിക്ക്. എൻ്റെ ശ്വാസം കൊടുങ്കാറ്റായി മാറി. എൻ്റെ കണ്ണുകൾ പേമാരിയായി കുത്തി ഒഴുകുന്നത് കണ്ടുകൊണ്ട് കാലം ഒരു നോക്കുത്തിയായി എനിക്ക് മുന്നിൽ നിന്നു. അയാളുടെ ചോരയിലെ ജീവൻ എൻ്റെ ഉദരത്തിൽ പേറുമ്പോഴും അയാളിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യവും എന്നിലേക്ക് നീണ്ടില്ല. പകരം അയാൾ എന്നിലേക്ക് ചവച്ചു തുപ്പുന്ന വാക്കുകൾ കുന്തമുന പോലെ എൻ്റെ ഹൃദയത്തെ കുത്തിത്തറച്ചു. ഹൃദയം പൊളിഞ്ഞ നിമിഷങ്ങളായിരുന്നവ. അയാളുടെ ക്രൂരതകൾ സഹിക്കവയ്യാതെ ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. എൻ്റെ അവസ്ഥ ഓർത്ത് ഉമ്മയുടെ ഉള്ളം ആർത്തു കരയുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എൻ്റെ സങ്കടങ്ങൾ ഉമ്മാക്ക് ഞാൻ വിളമ്പിക്കൊടുക്കാറില്ല. എന്നാലും എൻ്റെ മനസ്സ് വായിക്കുന്ന ഉമ്മ എപ്പോഴും പറയും, ഉമ്മാൻ്റെ കുട്ടി ഇനി അങ്ങോട്ട് പോവണ്ടാന്ന്. 4 ദിവസത്തിൽ കൂടുതലെങ്ങാനും ഞാൻ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് പോയി നിന്നാൽ നാട്ടുകാരുടെ ഒരു ചൂഴ്ന്നു നോട്ടവും ചോദ്യവുമുണ്ട്. അല്ല പെണ്ണേ, ഇജി പിന്നെ ഇങ്ങോട്ട് പോന്നോ? കെട്ടിച്ച് വിട്ടാ പെണ്ണുങ്ങൾ കെട്ടിയോൻ്റെ പെരയില് ഓല ചെൽപ്പടിക്കാണ് നിൽക്കേണ്ടത്. പെണ്ണല്ലേ, എല്ലാം സഹിക്കേണ്ടി വരുമെന്ന്. അവരുടെ സംസാരം കേട്ടാൽ തോന്നും അവരുടെ വീട്ടിലേക്കാണ് ഞാൻ ചെന്നതെന്ന്. മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്നവർ ഒരിക്കലും ചിന്തിക്കില്ല നമ്മൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച്, നമ്മുടെ വേദനയെക്കുറിച്ച്. അനുഭവിക്കുന്ന നമ്മളോളം വേദന ആർക്കും വരില്ലെന്നേ. നിറവയറോടെ രാത്രിയുടെ 3-ാം യാമങ്ങളിൽ ഞാൻ എൻ്റെ സൃഷ്ടാവായ വർഷങ്ങളോളം കൂടിക്കാഴ്ച നടത്തിയിട്ടും എന്നിട്ടും എന്തേ എൻ്റെ റബ്ബ് എന്നെ കൈവെടിഞ്ഞു? എൻ്റെ കണ്ണുനീർ കാണാത്തതെന്തേ? പലപ്പോഴും പരിഭവത്തിൻ്റെ കെട്ടഴിച്ചു കുടഞ്ഞെറിയുമ്പോൾ മിഴികൾ തുളുമ്പിത്തെറിക്കാറുണ്ട്. വർഷങ്ങൾക്കിപ്പുറം കണ്ണാടിയിൽ ഞാൻ എൻ്റെ പ്രതിബിംബത്തെ കണ്ടു. പേടിപ്പെടുത്തിയ എൻ്റെ രൂപത്തെ കാണാൻ കഴിയാതെ കണ്ണാടിയിൽ നിന്നും ഞാൻ എൻ്റെ മിഴികളെ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് 2 ആഴക്കടലിനെയാണ്. അതിലെ ചോര വറ്റി ചത്തുമരവിച്ച കുറച്ചു നീരാളിക്കൂട്ടങ്ങളെയും കണ്ടു. തിരിച്ചു തന്നൂടെ എൻ്റെ പഴയ മാൻമിഴികളെ? എൻ്റെ ഉള്ളം നോവിനാൽ മുറവിളി കൂട്ടി. എൻ്റെ മുടിയേഴുകളിൽ പതിയെ ഞാൻ തലോടുമ്പോൾ ഞാൻ എന്ന പെണ്ണിൻ്റെ ജീവിതം പോലെ തന്നെ എൻ്റെ കാർക്കൂന്തലും ജട പിടിച്ചിരിക്കുന്നു. നോവിനാൽ നെഞ്ചകം പൊള്ളിയിട്ടും എൻ്റെ മിഴികൾ തുളുമ്പിയില്ല. മരുഭൂമിയിലെ തീക്കാറ്റ് വന്നതിനെ കുടിച്ചു വറ്റിച്ചിരിക്കുന്നു. അയാളുടെ അരയിൽ തിരുകിയ കത്തിമുന എന്നെ നോക്കി പല്ലിളിച്ചു കാണിച്ചിട്ടും ഒട്ടും ഭയം തോന്നിയില്ല എനിക്ക്. കാരണം മരണത്തെ ഞാനും വല്ലാതെ ആഗ്രഹിച്ചു പോയിരുന്നു. മരണം വന്നെന്നെ വാരിപ്പുണർന്നെങ്കിലെന്നു തോന്നുന്ന നിമിഷം 2 കുഞ്ഞുമുഖങ്ങളിൽ തെളിയുന്ന വിലാപം എൻ്റെ കർണപടം തുളച്ചു കയറി ഹൃദയത്തിൽ തട്ടിയപ്പോഴാണ് ജീവിത വഴിയിൽ തോറ്റുപോകരുതെന്ന് ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നേ. കാരണം എനിക്കും എന്നോട് തന്നെ വെറുപ്പായി തുടങ്ങി. ഒട്ടും സ്നേഹമില്ലാതായി തുടങ്ങി. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങവേ അപമാനിതയായി നാട്ടുകാർക്ക് മുന്നിൽ തലകുനിച്ച് നിന്നൊരു ദിവസമുണ്ട്. എന്നും വേദനയോടെയല്ലാതെ ആ ദിവസത്തെ ഓർക്കാൻ കഴിയില്ല. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ കളങ്കപ്പെടാത്ത എൻ്റെ ശരീരത്തെ നമുക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന വിധത്തിൽ വാക്കുകൾ കൊണ്ട് അന്യ വ്യക്തിയുമായി ചേർത്ത് വെച്ചൊരു പകൽ നേരം ഒരു യുഗം പോലെ തോന്നി എനിക്ക്.
അക്കാലമത്രയും അയാൾ എന്നിലേക്ക് വാരിയെറിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വാക്കുകളെ അടിച്ചു വാരിക്കൂട്ടി അയാളുടെ വീട്ടുമുറ്റത്തിട്ട് കത്തിച്ചു ചാമ്പലാക്കി. എന്നിലേക്ക് പാറിവരാൻ ചാരം പോലും ബാക്കി വെക്കാതെ കുഴികുത്തി മണ്ണിട്ട് മൂടിക്കൊണ്ട് അമ്മ വീടിന്റെ പടികൾ ഞാൻ ഇറങ്ങുമ്പോൾ ഇടം വലം എൻ്റെ കയ്യിൽ തൂങ്ങി 3 കുഞ്ഞിളം കൈകളും ഉണ്ടായിരുന്നു. ഉമ്മയും ഞാനും സ്വർഗം പോലെ കഴിഞ്ഞ ആ കിളിക്കൂട്ടിൽ ഇന്നെൻ്റെ മക്കളും കൂടെയുണ്ട്. സന്തോഷത്തിന്റെ ചിറകുകൾ പല വർണ്ണങ്ങളാൽ ചായം പുരട്ടി അതിമനോഹരമാക്കി. വാനോളം പറക്കാൻ ഇന്നെൻ്റെ ചിറകുകളെ ഞാൻ വിടർത്തിക്കഴിഞ്ഞു. ചില തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതിൻ്റെ ഏക കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ബന്ധം വേർപെടുത്തി ഇട്ടേച്ചു പോവാൻ എളുപ്പം, മനോഹരമായി ചേർത്ത് പിടിക്കാനാണ് പാട്. എത്ര കാലമെടുത്താലും മനോഹരമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും മനോഹരമാകാത്ത വിധം ജീവിതത്തിൽ വരകൾ കോറിയിട്ടാൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ജീവിതം മടുക്കുമ്പോൾ പലരും ചിന്തിച്ചു കൂട്ടുന്ന ഒന്നുണ്ട്: സ്വയം വരിച്ചു മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്നത്. ആ നീരാളി പിടുത്തത്തിൽ അകപ്പെടാതെടോ. ആത്മഹത്യ കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല. പകരം ജീവിതം കൊണ്ട് ജയിച്ചു കാണിക്കെന്നേ.